ദീപുവിൻ്റെ മരണം, അതിന് പിന്നിൽ MLA എന്ന് 2020, ലിവർ സിറോസിസ് എന്ന് MLA, ശവം കൊന്നവർക്ക് കൊണ്ടുകൊടുക്കുന്ന നാട്ടുകാരും. ഓരോരുത്തരുടെയും വീട്ടിലെ വിളക്ക് അണയ്ക്കണോ വേണ്ടയോ എന്ന് അവരവർക്ക് തീരുമാനിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഉള്ളത്? ഇപ്പോൾ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. CPM പാർട്ടി പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 2020 പ്രവർത്തകനായ യുവാവ് മരണപ്പെട്ടു എന്നതാണ് ആ സംഭവം. അതിന് പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ സ്ഥലം MLA PV ശ്രീനിജനെതിരെ ഉയർന്നിരിക്കുന്നത്. CPM പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്ന് 2020 പ്രവർത്തകൻ മരിച്ച സംഭവത്തിന് പിന്നിൽ കിഴക്കമ്പലം ഉൾപ്പെടുന്ന കുന്നത്തുനാട് MLA PV ശ്രീനിജനാണെന്നും ശ്രീനിജൻ ഇതിനു വേണ്ടി വൻ ഗൂഢാലോചന നടത്തിയെന്നും 2020യും നാട്ടുകാരും ഒരുപോലെ ആരോപിക്കുന്നു. കാവുങ്ങപ്പറമ്പ് പാറപ്പുറം ഹരിജൻ കോളനിയിൽ ദീപു എന്ന 38 വയസ്സുകാരനാണ് CPM പാർട്ടി പ്രവർത്തകരുടെ അതിദാരുണമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത്. മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത്. ദീപു മരണപ്പെട്ടതിന് തൊട്ടു പിന്നാലെ സ്ഥലം MLA PV ശ്രീനിജൻ നടത്തിയ ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരിൽ കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത്. ദീപുവിൻ്റെ മരണകാരണം ലിവർ സിറോസിസ് ആയിരിക്കാമെന്ന MLAയുടെ ഒരു പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ഈ പ്രതികരണത്തിന് പിന്നാലെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് 2020 പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു പട്ടിയെപ്പോലെയാണ് CPM പ്രവർത്തകർ ദീപുവിനെ തല്ലിച്ചതച്ചതെന്നും തങ്ങൾ അവിടെ എത്തുമ്പോൾ ദീപുവിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇടിക്കുകയായിരുന്നുവെന്നും എന്നിട്ടാണ് ലിവർ സിറോസിസ് എന്ന രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ആ ക്രിമിനൽ കുറ്റത്തെ ഒതുക്കി തീർക്കാൻ MLAയും കൂട്ടരും ശ്രമിക്കുന്നതെന്നുമാണ് സംഭവത്തിൻ്റെ ദൃക്സാക്ഷികൾ പറയുന്നത്. ക്രൂരമായ മർദ്ദനം തന്നെയാണ് ദീപുവിൻ്റെ മരണകാരണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവർ. ഞങ്ങളാ അടിച്ചത്, ഞങ്ങൾ CPMക്കാരാ, അതിന് നിങ്ങൾക്കെന്താ വേണ്ടത് എന്നാണ് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തവർ ചോദിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ സഹോദരനാണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഒരാളുടെ പോലും മെക്കിട്ട് കയറാൻ നിൽക്കാത്ത അവനെ ഭീഷണിപ്പെടുത്തി അവർ വീട്ടിലിരുത്തി. അതുകൊണ്ടാണ് അവന് ചികിത്സ കിട്ടാൻ വൈകിയത്. 2 ദിവസം വൈകിയാണ് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് പോലും. അതും അതീവ ഗുരുതരാവസ്ഥയിലായി ചോര ഛർദ്ദിച്ച ശേഷം. ആശുപത്രിയിൽ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഡോക്ടർമാർ അവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അത്രയ്ക്ക് ക്രൂരമായി തന്നെയാണ് അവനെ പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ചതും അവശനാക്കിയതും. ഇങ്ങനെയായിരുന്നു നാട്ടുകാരുടെ രൂക്ഷമായ പ്രതികരണങ്ങൾ. ഇതിനെല്ലാം പിന്നിൽ PV ശ്രീനിജൻ MLA ആണെന്നുള്ള ഗുരുതര ആരോപണമാണ് 2020 ആരോപിക്കുന്നത്. ദീപുവിൻ്റെ മൃതശരീരം അവൻ്റെ അമ്മയെ എങ്ങനെ കാണിക്കുമെന്നും അവർക്ക് സഹിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ദീപുവിൻ്റെ ശവശരീരം CPM പ്രവർത്തകർക്ക് തന്നെ കൊടുക്കട്ടെ എന്നും അവർ കൊണ്ടുപോയി വെട്ടി തിന്നട്ടെ എന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് സ്ഥലത്തെ ഒരു വീട്ടമ്മ പറയുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായ കാഴ്ചയാണ്. ദീപുവിന് മർദ്ദനമേൽക്കുമ്പോൾ MLA തൊട്ടടുത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന ആരോപണവും 2020 ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ CPMകാരുടെ അഴിഞ്ഞാട്ടമാണോ എന്ന ചോദ്യമാണ് ദീപുവിനെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയിരിക്കുന്നത്. സംഭവത്തെ CPMകാരുടെ തെമ്മാടിത്തരമെന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ വിശേഷിപ്പിച്ചത്. ഇതിനുശേഷമാണ് സ്ഥലം MLAക്കെതിരെയും ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ദീപുവിനെ CPM പ്രവർത്തകർ തല്ലിക്കൊന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച 2020യുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വിളക്കിണക്കൽ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് ദീപുവിന് അതിദാരുണമായ രീതിയിൽ മർദ്ദനമേറ്റത്. മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച ദീപുവിന് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയായിരുന്നു. രാജഗിരി ആശുപത്രിയിലെ വെന്റിലേറ്ററിലായിരുന്നു ദീപു ഇതുവരെ കഴിഞ്ഞിരുന്നത്. പിന്നാലെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. 2020 കൊണ്ടുവന്ന സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിന് KCB തടസ്സം നിന്നതിന് കാരണം MLA ശ്രീനിജനും സർക്കാരുമാണെന്ന് ചൂണ്ടിക്കാട്ടി വീടുകളിൽ ഏകദേശം 15 മിനിറ്റ് നേരം വിളക്കണച്ച് ഗാന്ധിയൻ മാർഗത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് 2020 തീരുമാനമെടുത്തിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ദീപു അതുപോലെ മറ്റുള്ളവരും പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായി ചേർന്നത്.
ഇതിൽ പ്രകോപിതരായ CPM പ്രവർത്തകർ ദീപുവിനെ മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ദീപുവിൻ്റെ തലയ്ക്കും വയറിനുമാണ് അതീവ ഗുരുതരമായി പരിക്ക് സംഭവിച്ചത്. തലക്കേറ്റ പരിക്ക് തന്നെയാണ് ബ്രെയിൻ ഡെത്തിന് കാരണമായി പിന്നീട് ഭവിച്ചത്. പാർട്ടി പ്രവർത്തകരുടെ വിരട്ടലിനെ തുടർന്ന് ദീപുവിന് ചികിത്സ കിട്ടാനും വൈകി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബഷീർ, സൈനുദ്ദീൻ, അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ അസീസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മർദ്ദിച്ചവർ പാർട്ടി പ്രവർത്തകർ തന്നെയാണോ അതോ മത തീവ്രവാദികളായ താലിബാനിസ്റ്റുകളാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം നാട്ടിൽ സമ്പൂർണ്ണ വെളിച്ചം വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളത് എന്നാണ് ഇത്തരമൊരു സംശയത്തിന് ബലമേകുന്നത്. ജനാധിപത്യമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ജനാധിപത്യ സമരത്തിന് ആഹ്വാനം നൽകിയതിൻ്റെ പേരിലാണ് ഹരിജൻ കോളനിയിൽ കടന്നുകയറി പാർട്ടി പ്രാദേശിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ പാർട്ടി പ്രവർത്തകർ 2020 പ്രവർത്തകനെ ഇത്ര ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയത്. ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഏത് ഉന്നതനായാലും അവരുടെ രാഷ്ട്രീയവും കൊടിയുടെ നിറവും നോക്കാതെ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്ത് ഹീനകൃത്യവും ചെയ്യാമെന്ന ധാരണയും രാഷ്ട്രീയ എതിരാളികളുടെ ജീവനെടുക്കുന്ന അക്രമ രാഷ്ട്രീയവും ഇവിടെ അവസാനിപ്പിച്ചേ മതിയാകൂ.